students, welcome to Sarita's vlog and this is the fourth part of the chapter Chemical Kinetics. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചു വന്നിരുന്നത് ഒരു റിയാക്ഷന്റെ റേറ്റ് എന്താണെന്നും റേറ്റ് ലോ എങ്ങനെ ഒരു റിയാക്ഷന്റെ എഴുതാമെന്നുള്ളതും അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി എന്നാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ്. മോളിക്യുലാരിറ്റിയും ഓർഡറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും എടുത്തു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ആൻഡ് ദി ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അപ്പൊ നമുക്കിന്ന് മോളിക്യുലാരിറ്റി എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഓർഡർ ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് ചില പ്രോബ്ലംസ് ചെയ്യാം എന്നുള്ളതും കൂടി നോക്കാം. അപ്പൊ ഓക്കെ, അപ്പോ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ഒരു റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു വേർഡ്? ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. കാരണം കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ റിയാക്ഷൻ റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഓർഡർ എന്നും മോളിക്യുലാരിറ്റി എന്നൊക്കെ കേൾക്കുന്നത് ആദ്യമായിരിക്കും, അല്ലെ? അപ്പോ ഫസ്റ്റ് വി ക്യാൻ ഡിഫൈൻ വാട്ട് എ മോളിക്യുലാരിറ്റി ഈസ്. നോക്കൂ ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ദി റിയാക്ടൻസ് in an elementary reaction which collide simultaneously to give products. ഈ ഡെഫിനേഷൻ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്താ ഈ ടീച്ചർ പറയണേ, ഇത് എന്താ ഈ ഡെഫിനേഷനിലുള്ളത്? ഈ ഒരു ഡെഫിനേഷനിലൂടെ 1-2 കാര്യങ്ങൾ എന്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു എലിമെന്ററി റിയാക്ഷൻ? എലിമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് ഇൻ വൺ സ്റ്റെപ്പ്, അതായത് ഒരൊറ്റ സ്റ്റെപ്പിലൂടെ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഇതിനെയാണ് എലിമെന്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത്തരം എലിമെന്ററി റിയാക്ഷനില് ഈ റിയാക്ടൻസ്, ഇവിടെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ദ റിയാക്ടിംഗ് സ്പീഷീസ്, ദേ ക്യാൻ ബി ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. അങ്ങനെയുള്ള റിയാക്ടിംഗ് സ്പീഷീസ് ദേ കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ഗിവ് പ്രോഡക്റ്റ്. ഇത്തരം റിയാക്റ്റീവ് സ്പീഷീസ് ഷുഡ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി ടു ഗിവ് ദ പ്രോഡക്ട്സ്. അതായത് ഈ അഭികാരകങ്ങള് എന്ന് പറയുന്ന റിയാക്ടന്റുകള് കൊളൈഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് റിയാക്ടൻസ് റിയാക്ട് ടുഗദർ ടു ഫോം പ്രോഡക്ട്സ്. അപ്പൊ ഇവിടെ ആക്ച്വലി നടക്കുന്നത് കൊളീഷൻസ് ആണ്. ഇത് പറഞ്ഞു തരുന്നത് കൊളീഷൻ തിയറിയിലൂടെയാണ് കേട്ടോ. ഇപ്പൊ കൊളീഷൻ തിയറിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, റിയാക്ടൻസ് മേ കൊളൈഡ് ഈച്ച് അതർ, പക്ഷേ എല്ലാ കൊളീഷൻസും വിൽ നോട്ട് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ്. ഓൺലി ദ ഇഫക്റ്റീവ് കൊളീഷൻസ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇഫക്റ്റീവ് കൊളീഷൻസ് മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാകുക, അതായത് ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുള്ളൂ. അപ്പോ എങ്ങനെയാണ് ഇഫക്റ്റീവ് കൊളീഷൻസ് ഉണ്ടാവുന്നതെന്ന് അറിയണ്ടേ? ഇഫക്റ്റീവ് കൊളീഷൻസ് നടക്കണമെങ്കിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കൂട്ടിയിടിക്കുന്ന മോളിക്യൂളുകൾക്ക് ഒരു സഫിഷ്യന്റ് കൈനറ്റിക് എനർജി ഉണ്ടാവണം. അതായത് കൊളീഷൻ നടക്കുന്ന കൊളൈഡിംഗ് മോളിക്യൂളുകൾക്ക് ഒരു സഫിഷ്യന്റ് കൈനറ്റിക് എനർജി ഉണ്ടാവണം. ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റംസ് 2 കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനും പകരം ഒരു ബോണ്ട് ഫോം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത്. ഈ കണ്ടീഷൻ മാത്രമല്ല, കൈനറ്റിക് എനർജി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ദേ ഷുഡ് ഓറിയന്റഡ് ഇൻ പ്രോപ്പർ, ദേ ഷുഡ് ഹാവ് എ പ്രോപ്പർ ഓറിയന്റേഷൻ. ഒരു പ്രത്യേക രീതിയിൽ ഇവര് പല ദിശയിൽ നിന്നും വന്ന് ഒരുപാട് റിയാക്ടൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ പല ദിശയിലൂടെ വന്ന് ഇവര് കൊളൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ സൈമുൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസ്, അങ്ങനെയുള്ളതിനെയാണ് ഇഫക്റ്റീവ് കൊളീഷൻസ് ഒക്കെ എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം ഇഫക്റ്റീവ് കൊളീഷൻസിലൂടെ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു റിയാക്ടന്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കലൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഓർക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇഫക്റ്റീവ് കൊളീഷൻസ് മാത്രമേ പ്രോഡക്റ്റ് ഫോർമേഷൻ ഉണ്ടാക്കുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ദ റിയാക്ടൻസ്. അതും സ്ട്രെസ് ചെയ്യണം. അതായത് ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷനിലുള്ള റിയാക്ടന്റുകളുടെ എണ്ണത്തിനെ നോക്കിയാണ് ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി നമ്മൾ പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ ഓർഡർ പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടോ?
ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റിയാക്ഷൻ. അല്ലെ, അതും എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ള ആ ഒരു റിയാക്ഷന്റെ റേറ്റ് ലോ പ്രകാരമാണ് നമ്മൾ ഓർഡർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അല്ലെ, ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. ഇതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷനിലൂടെ തന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് മോളിക്കുലാരിറ്റി പറയാൻ സാധിക്കും. പ്രത്യേകം ഓർക്കണം, മോളിക്കുലാരിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് എലിമെന്ററി റിയാക്ഷൻസിലാണ്. വൺ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് എലിമെന്ററി റിയാക്ഷൻ എന്ന് പ്രത്യേകം ഓർക്കണം. ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് കാണാം എലിമെന്ററി റിയാക്ഷന്. ഓക്കെ, ഫസ്റ്റ് വൺ, ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രൈറ്റ്. ഇതാണ് അമോണിയം നൈട്രൈറ്റ്. ഇറ്റ് ഡീകമ്പോസസ് ടു ഗിവ് N2 + 3H2O. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര റിയാക്ടന്റ് മോളിക്യൂൾ ഉണ്ട്? ആ ഒരെണ്ണേ ഉള്ളൂ അല്ലെ, 1NH4NO2 ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് സിൻസ് ദ മോളിക്കുലാരിറ്റി ഈസ് 1, this particular reaction is a unimolecular reaction. അപ്പൊ എപ്പോഴാണ് ഒരു യൂണിമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്? ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി 1 ആകുക. എപ്പോഴാണ് മോളിക്കുലാരിറ്റി 1 ആവുക? when only one reacting species is present in this reaction. അപ്പൊ ഒരു റിയാക്ഷനിൽ ഒരു റിയാക്ടന്റ് സ്പീഷീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ പറയുന്നു അതൊരു യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണ്. അത്തരം യൂണിമോളിക്കുലർ റിയാക്ഷൻസിന്റെ മോളിക്കുലാരിറ്റി 1 ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഓർഡർ എന്താണെന്ന് പഠിച്ചതല്ലേ? ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ നമുക്ക് എഴുതാം. റേറ്റ് ലോ എന്ന് പറയുന്നത്, റേറ്റ് ലോ പ്രകാരം R എന്ന് പറയുന്നത് that is equal to K into NH4NO2, that is the molar concentration of NH4NO2 raised to 1. ഇതാണ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള റേറ്റ് ലോ. ഓക്കെ, എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ആണ് കേട്ടോ, തിയറിറ്റിക്കലി അല്ല. അത് എക്സ്പെരിമെന്റ് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. റേറ്റ് ലോ ഓഫ് ദിസ് റിയാക്ഷൻ is R is equal to K into NH4NO2 raised to 1 എന്നുള്ളത്. അപ്പോ ഇതിന്റെ ഓർഡർ എന്താണ് മക്കളെ? ഇവിടെ ഈ നമ്പർ കാണുന്നതാണ് ഇതിന്റെ ഓർഡർ അല്ലെ. അപ്പൊ ഇവിടെ ഓർഡർ 1 ആണ്. പിന്നെ ഇതിന്റെ മോളിക്കുലാരിറ്റി എന്താണ്? മോളിക്കുലാരിറ്റി ഈസ് ഓൾസോ 1 അല്ലെ. only one reactant species is present in this reaction, so its molecularity is also 1. അപ്പോ ഈ ഒരു റിയാക്ഷനിൽ ഓർഡറും 1 ആണ്, മോളിക്കുലാരിറ്റിയും 1 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയാലോ? Dissociation of hydrogen iodide. നോക്കൂ, 2HI gives H2 plus I2. അപ്പൊ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ദ റിയാക്ടന്റ് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഈ കേസിൽ ഇവിടെ എത്രയാണ് നമ്പർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 2. അപ്പൊ മോളിക്കുലാരിറ്റി എത്ര വരും? 2 എന്ന് വരും അല്ലെ. അപ്പോ for this reaction the molecularity is 2 and it is a bimolecular reaction. Since the molecularity is 2, since there are 2 reactants present in this reaction, this is a bimolecular reaction and its molecularity is 2. ഇനി ഈ ഒരു റിയാക്ഷന്റെ, അതായത് രണ്ടാമത്തെ റിയാക്ഷന്റെ ഓർഡർ നമ്മൾ എഴുതുകയാണ് കേട്ടോ. എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ഓർഡർ ആണ് ഞാൻ എഴുതുന്നത്. ദാറ്റ് ഈസ് K into HI raised to 2. Here order is 2. ഇതാണ് ഇവിടുത്തെ ഓർഡർ. X plus Y എന്ന് പറയുന്നത് is raised to n എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നല്ലോ. X plus Y is equal to n. അപ്പോ ഇവിടെ ഒരു ടേമേ ഉള്ളൂ. ഈ ടേമിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. മോളിക്കുലാരിറ്റി നമ്മൾ എത്രയാ കണ്ടുപിടിച്ചിരുന്നത്? മോളിക്കുലാരിറ്റി ഈസ് ഓൾസോ 2. അപ്പോ ഈ ഒരു എക്സാമ്പിളിലും ഓർഡർ സെയിം ആണ്, മോളിക്കുലാരിറ്റിയും സെയിം ആണ്. ഓർഡർ ഇസ് 2, മോളിക്കുലാരിറ്റി ഈസ് ഓൾസോ 2. അപ്പൊ രണ്ടും ഈക്വൽ ആയി വന്നല്ലോ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ. 2NO plus O2 gives 2NO2. Here how many reactants are present എന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എത്ര റിയാക്ടൻസ് ഇവിടെ ഉണ്ട്? വാട്ട് ഇസ് ദ മോളിക്കുലാരിറ്റി ഓഫ് ദിസ് റിയാക്ഷൻ? ഇത് നിങ്ങൾക്ക് പറയാം. എന്ത് വരും? മോളിക്കുലാരിറ്റി ഈസ് 3. അതായത് 2 ഇവിടെ ഒരെണ്ണുണ്ട് പ്ലസ് 1, ദാറ്റ് ഈസ് 3. ഇനി ഓർഡർ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്തതാണ്. ഇത് കിട്ടുന്നത് ഓർഡർ
എങ്ങനെ കണ്ടുപിടിക്കുക നമ്മള്? R is equal to K into molar concentration of NO raised to 2 into the molar concentration of O2 raised to 1. And here what is the order? 2 plus 1 is equal to 3. Okay. So what is the molecularity here? It is 3. What is the order? It is experimentally determined. And it is also found to be 3. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ മോളിക്കുലാരിറ്റി 3 എന്ന് പറയുമ്പോ അതിന്റെ ഏത് ടൈപ്പ് റിയാക്ഷൻ എന്നാ പറയാ? ഇറ്റ് ഈസ് എ ട്രൈമോളിക്കുലാർ റിയാക്ഷൻ. അപ്പൊ യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ, ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ് ഇത്രയൊക്കെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് മറ്റു ഉദാഹരണങ്ങളിലേക്ക് ഒന്ന് പോകാം. അപ്പൊ ഞാനിത് മാറ്റിയാണ്. നമ്മൾ ഇതുവരെ കണ്ട എക്സാമ്പിളുകളുടെ ഒക്കെ പ്രത്യേകത എന്തായിരുന്നു? ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആയിരുന്നു അല്ലേ? എന്നാൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതിന് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ എക്സാമ്പിളുകൾ വരുന്നത് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന പറഞ്ഞ പേരിലാണ്. എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദേ ആർ ദ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ്. നമ്മൾ നേരത്തെ എലിമെന്ററി റിയാക്ഷൻ കണ്ടല്ലോ. എലിമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞത് റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് ഇൻ വൺ സ്റ്റെപ്പ്. റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടുന്നു. കോംപ്ലക്സ് റിയാക്ഷൻസ് അങ്ങനെയല്ല, പല പല സ്റ്റെപ്പുകളിലൂടെയാണ് ഈ റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യുന്നത്. ആൻഡ് വെനെവർ എ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് ഇൻ ഡിഫറെന്റ് സ്റ്റെപ്സ്, ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. അത്തരം കോംപ്ലക്സ് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് KClO3 plus 6FeSO4 plus 3H2SO4 gives 2KCl plus Fe2SO4 thrice plus 3H2O. അപ്പൊ നമ്മുടെ മോളിക്കുലാരിറ്റി ഡെഫിനിഷൻ തന്നെ എന്താ പഠിച്ചത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് പ്രസന്റ് ഇൻ ദാറ്റ് കെമിക്കൽ റിയാക്ഷൻ അല്ലെ? അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതില് എത്ര റിയാക്ടന്റ് മോളിക്യൂൾസ് ഉണ്ട്? 1 plus 6 plus 3. That means total there are 10 reactant molecules. അപ്പൊ നമുക്ക് പറയാനൊരു ടെൻഡൻസി ഉണ്ടാവും, and for this reaction the molecularity is 10. എന്നാൽ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു, ആൻഡ് ദിസ് പ്രൊസീഡ്സ് ഇൻ ഡിഫറെന്റ് സ്റ്റെപ്സ്. അപ്പോ ഇത്തരം സ്റ്റെപ്പുകളിലൂടെ പ്രൊസീഡ് ചെയ്യുന്ന റിയാക്ഷനുകളിലെ ഓവറോൾ മോളിക്കുലാരിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ വരുന്ന മോളിക്കുലാരിറ്റിയെ പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോ ഓരോ സ്റ്റെപ്പിലും ചിലപ്പോൾ 2 റിയാക്ടൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ മോളിക്കുലാരിറ്റി 2 ആവും. അടുത്ത സ്റ്റെപ്പിൽ ചിലപ്പോൾ 3 റിയാക്ടൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 3 ആയിരിക്കും. പക്ഷെ മൊത്തത്തിൽ നമുക്ക് ആ ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി പറയാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ൽ കൂടുതൽ റിയാക്ടന്റ് മോളിക്യൂളുകൾ വരുന്ന റിയാക്ഷൻസിന്റെ മോളിക്കുലാരിറ്റി പറയാൻ സാധിക്കില്ല. കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇഫക്റ്റീവ് കൊളീഷൻസിനെ കുറിച്ച്. അതായത് പ്രോഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ സൈമുൾട്ടേനിയസ് ആയിട്ട് കൊളീഷൻസ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് നടക്കണം. അപ്പോ ഒരു റിയാക്ഷനിൽ ഈ 10 മോളിക്യൂൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ 10 മോളിക്യൂൾസും ഒരേ സമയത്ത് വന്ന് ഇടിച്ച് കൊളീഷൻ നടക്കണം. അവിടെ കൊളീഷൻ നടന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബോണ്ട് ഫോർമേഷൻ നടക്കണം. പക്ഷെ അങ്ങനെയുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. ഈ 10 മോളിക്യൂൾസ് ഒരേ സമയത്ത് പല ദിശയിൽ നിന്ന് വന്ന് അവര് ഒരു പ്രോഡക്റ്റ് ഫോർമേഷൻ നടത്താൻ മാത്രമുള്ള ഒരു ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഈ 3ൽ കൂടുതൽ വരുന്ന റിയാക്ടന്റ് സ്പീഷീസുകൾക്ക് വളരെ റെയർ ആണെന്ന് നമ്മൾ പറയും. മോളിക്കുലാരിറ്റി വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 3 അതിൽ താഴെയോ വാല്യൂ മാത്രമേ ഈ ഒരു മോളിക്കുലാരിറ്റിക്ക് വരുന്നുള്ളൂ. ആൻഡ് മോളിക്കുലാരിറ്റി കനോട്ട് ബി 0. മോളിക്കുലാരിറ്റിയുടെ വാല്യൂ ഒരിക്കലും 0 വരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ റിയാക്ഷൻ ഇല്ല അല്ലെ? പക്ഷെ ഒരു റിയാക്ടന്റ് സ്പീഷീസെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ റിയാക്ടന്റുകളിൽ നിന്ന് പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടല്ലോ, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രൈറ്റ് അല്ലേ? അപ്പോ അറ്റ്ലീസ്റ്റ് ഒരു മോളിക്യൂളെങ്കിലും ഒരു റിയാക്ഷനിൽ വേണം. അതുകൊണ്ട് തന്നെ മിനിമം വാല്യൂ ഓഫ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ 0 ഓർഡറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ വരുമ്പോഴാണ് അതിന് 0 ഓർഡർ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകുന്നില്ല. അത്
ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമ്മളെടുത്ത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് മോളിക്കുലാരിറ്റി മോർ ദാൻ 3 is not seen or is not observed. Why? മോളിക്കുലാരിറ്റി 3ൽ കൂടുതൽ ഒരിക്കലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Because the probability of simultaneous and effective collisions with more than 3 molecules is rare. വളരെ റയർ ആയിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ ഇത്തരം കൊളീഷനുകള്. 3ൽ കൂടുതൽ റിയാക്ടന്റ് സ്പീഷീസുകള് ഒരുമിച്ച് ഒരേ സമയത്ത് ഒരിക്കലും കൊളൈഡ് ചെയ്യില്ല. അതിന് ചാൻസസ് വളരെ 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 കുറവാണ്. അപ്പൊ 3ൽ കൂടുതൽ എന്ന് പറയുമ്പോ ഈ ഒരു എക്സാമ്പിളില് 10 എണ്ണം. അപ്പോ വല്ല ചാൻസസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നോട്ട് എഴുതുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. നമ്മൾ എക്സാമിന് വന്നിട്ടുള്ളതാണ്. ദ മോളിക്കുലാരിറ്റി മോർ ദാൻ 3 is not seen or is not observed. Why? Molecularity values should be always less than or equal to 3. ഇങ്ങനെയും വരാം. എന്തുകൊണ്ട്? അപ്പോ ഈ ഒരു ആൻസർ എഴുതി വെക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. The probability of simultaneous and effective collisions. Very very important കേട്ടോ ഈ ഒരു പോയിന്റ്. ഒരേ സമയത്ത് ഇഫക്റ്റീവ് കൊളീഷൻ നടക്കുന്നത് വളരെ റെയർ ആണ്. ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻസ് ദാറ്റ് ഹാവിംഗ് മോർ ദാൻ 3 റിയാക്ടിംഗ് സ്പീഷീസ്. ഓക്കെ, ക്ലിയർ? ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് വിച്ച് ഇസ് കാറ്റലൈസ്ഡ് ബൈ അയോഡൈഡ് അയോൺ ഇൻ എൻ ആൽക്കലൈൻ മീഡിയം. അപ്പൊ നമ്മള് എലിമെന്ററി റിയാക്ഷൻസിന്റെ കാര്യം കണ്ടു. മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ നേരത്തെ ഒരു 10 മോളിക്യൂൾസ് വരുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാന്നുള്ളത് അതും കണ്ടു. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ദിസ് ഇസ് കാറ്റലൈസ്ഡ് ബൈ അയോഡൈഡ് അയോൺ. അപ്പൊ കാറ്റലൈസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് കാറ്റലിസ്റ്റ് ഈസ് അയോഡൈഡ് അയോൺ. വാട്ട് ഈസ് എ കാറ്റലിസ്റ്റ്? It is a substance which increases the rate of a reaction without itself undergoing any chemical change. അതായത് ആ ഒരു റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. എന്നാൽ ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല. ആ ഒരു റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാറ്റലൈസ്ഡ് ആക്ഷൻ ആണ് ഈ ഒരു ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡില് അയോഡൈഡ് അയോണിനുള്ളത്. ഓക്കെ, അപ്പോ ഹൈഡ്രജൻ പെറോക്സൈഡ് ഗീവ്സ് അയോഡൈഡ് അയോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ആൻഡ് ദിസ് ഇസ് ഇൻ ദ ആൽക്കലൈൻ മീഡിയം ആൻഡ് വി ഗെറ്റ് 2H2O plus O2 and this reaction takes place in 2 steps. നമുക്കിത് കാണുമ്പോൾ തോന്നും ഇതൊരു എലിമെന്ററി റിയാക്ഷൻ അല്ലേ, ആകെ 2 ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, അത് വാട്ടർ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളായിട്ട് മാറുന്ന ഒരു എലിമെന്ററി റിയാക്ഷൻ അല്ലേ. പക്ഷേ അല്ല, എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നത് ഇതൊരു എലിമെന്ററി റിയാക്ഷൻ അല്ല എന്നാണ്. ദിസ് ഇസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പോ ഈ ഒരു 2 സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. Hydrogen peroxide is catalyzed by this iodide ion and forms H2O and iodide ion. Iodide ion എന്നാണ് ഈ IO മൈനസിനെ പറയുന്നത് കേട്ടോ. ഈ iodide ion ഫോം ചെയ്ത് കഴിഞ്ഞു. And in the next step, the hydrogen peroxide it reacts with this iodide ion and form H2O plus I minus and O2. അപ്പൊ ഇവിടത്തെ പ്രത്യേകത എന്താ? ഈ ഒരു റിയാക്ഷനില് അയോഡൈഡ് അയോൺ ഹെൽപ്പ് ചെയ്യുന്നു ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടർ മോളിക്യൂളും അയോഡൈഡ് അയോണും ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹിയർ അയോഡൈഡ് അയോൺ ഈസ് ആൻ ഇന്റർമീഡിയേറ്റ്. അപ്പൊ ഇവിടെ കാറ്റലിസ്റ്റ് സഹായിച്ചത് ഒരു ഇന്റർമീഡിയേറ്റ് അയോൺ ഫോം ചെയ്യാനാണ്. ഈ ഇന്റർമീഡിയേറ്റ് അയോൺ ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് ഏതൊരു കോംപ്ലക്സ് റിയാക്ഷനിലെയും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് യു ഷുഡ് റിമെമ്പർ ദാറ്റ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. വെരി ഇമ്പോർട്ടന്റ്. ഒരു റിയാക്ഷന്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിലുള്ള സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഏതൊരു സ്റ്റെപ്പിലാണോ ഒരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കുന്നത് ആ സ്റ്റെപ്പാണ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആൻഡ് ദാറ്റ് സ്റ്റെപ്പ് വിൽ ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോ ഓർക്കണം,
The slowest step is the rate determining step. Okay. അപ്പോ ഈ ഒരു ഇന്റർമീഡിയറ്റിന്റെ പണി എന്താണ്? ഒരു മറ്റൊരു മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യാം. ഇനി ടോട്ടൽ ആയിട്ട് നമ്മൾ റിയാക്ഷൻ ഒന്ന് എടുത്തു നോക്കൂ. ദാ ഇതും ക്യാൻസൽ ഔട്ട് ചെയ്യും. ഈ അയഡൈഡ് അയോണും പോയി. അപ്പൊ ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നാൽ അവര് ഉണ്ടായി എന്നുള്ള ഒരു തോന്നൽ പോലും അവിടെ ഇല്ല. റിയാക്ഷൻ റേറ്റ് ഒക്കെ അവർ കൂട്ടിക്കൊടുത്ത് അവര് സഹായിച്ചു പല കാര്യങ്ങൾക്ക് വേണ്ടിയും. എന്നിട്ട് അവര് സാധാരണ പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു പോയി നിന്നു അല്ലേ. അപ്പോ ഹൈഡ്രജൻ പെറോക്സൈഡും ഇവിടത്തെ ഹൈഡ്രജൻ പെറോക്സൈഡും വി ഗോട്ട് 2H2O2. ഇതാ നോക്കൂ, 2H2O2 ആൻഡ് 2H2O. കണ്ടോ, H2O plus H2O and then O2. അപ്പൊ ടോട്ടൽ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ആൻഡ് എക്സ്പെരിമെന്റലി when this rate law determined, അപ്പൊ ഞാൻ പറഞ്ഞു സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ഒരു റിയാക്ഷന്റെ ഓർഡർ പറയുന്നത് ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു റിയാക്ഷന്റെ ഓവറോൾ ഓർഡർ പറയുന്നത് ആ ഒരു റിയാക്ഷന്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് എന്ന് നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് H2O2 plus I minus എന്ന് പറയുന്നതാണ് അല്ലെ ഇവിടുത്തെ റിയാക്ടൻസ്. അപ്പോ ഇതിന്റെ റേറ്റ് ലോ പ്രകാരം നമ്മൾ എഴുതുമ്പോ R is equal to K into H2O2 raised to 1 എന്ന് പറഞ്ഞു വരും. ഹിയർ iodide ion act as a catalyst. അപ്പൊ അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക. ബാക്കി വരുന്നത് എന്താ? H2O2. Hence in this reaction the order is found to be 1 and the molecularity it is 2. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് പറയാം ഇതിലുള്ള ഓരോ റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ മോളിക്യുലാരിറ്റി 2 ആണ്, ഇതൊരു സ്റ്റെപ്പ് ആണ്, ഇത് വേറൊരു സ്റ്റെപ്പ് ആണ്. ഹിയർ ദ മോളിക്യുലാരിറ്റി ഈസ് ഓൾസോ 2. അപ്പൊ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിന്റെ മോളിക്യുലാരിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഓവറോൾ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യുന്ന റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി ഏതാണോ അത് നമുക്ക് പറയാം ഇറ്റ് ഈസ് 2 അല്ലെ. ഇവിടെ നോക്കിയിട്ട് നമുക്ക് പറയാലോ 1 plus 1 it is 2. So molecularity is 2 and order is 1. Clear ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. എന്തൊക്കെയാണ്? ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലുള്ള സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഓവറോൾ മോളിക്യുലാരിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല, നമുക്ക് സ്റ്റെപ്പ് വൈസ് മോളിക്യുലാരിറ്റി പറയാൻ സാധിക്കും. ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ ഓവറോൾ ഓർഡർ എന്ന് പറയുന്നത് ആ ഒരു റിയാക്ഷനിലുള്ള സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അതിൽ വരുന്ന റിയാക്ടന്റ് സ്പീഷീസുകളുടെ പവർ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒക്കെ മനസ്സിലാക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡറും മോളിക്യുലാരിറ്റിയും എപ്പോഴും നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ്, ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു റിയാക്ഷൻ ആണ്. ആ റിയാക്ഷന്റെ പേര് നോക്കൂ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കപട ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പറ്റിക്കൽസി ആണ് അല്ലെ. ഇവിടെ നമ്മളെ പറ്റിക്കുന്നു. എങ്ങനെയാ നമ്മളെ പറ്റിക്കുന്നത്? ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും ആ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മളെ പ്രതീക്ഷ അതാണ്, ആ ഒരു റിയാക്ഷന്റെ ഓർഡർ കുറച്ച് ഹൈ ആയിരിക്കും. പക്ഷേ നമ്മൾ എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്തു വരുമ്പോ ആ ഒരു റിയാക്ഷന്റെ ഓർഡർ 1 ആയിരിക്കും. മനസ്സിലായ? നമ്മൾക്ക് തോന്നിക്കും ഒരു ഹയർ ഓർഡർ റിയാക്ഷൻ ആണെന്ന്, പക്ഷെ ആക്ച്വലി അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. Pseudo order reactions are those reactions which appear to be of higher order but actually it is a first order reaction. Such reactions are called pseudo first order reaction. അതിലൊരു എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എടുത്ത് ചോദിക്കുന്നതാണ് എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ളതും അതിന് 1-2 എക്സാമ്പിൾസും. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ആൻഡ് ലുക്ക്, ദിസ് ഇസ് എൻ എലിമെന്ററി റിയാക്ഷൻ, 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണിത്. അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ? 1 സ്റ്റെപ്പ് റിയാക്ഷൻസിനൊക്കെ ഈ ഒരു ഓർഡർ സെയിം ആയിരിക്കും, മോളിക്യുലാരിറ്റിയും ഓർഡർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനൊരു എക്സെപ്ഷൻ കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു റിയാക്ഷൻ. അപ്പൊ ശ്രദ്ധിക്കൂ, CH3COOC2H5, this is ethyl acetate.
പ്ലസ് H2O ഹൈഡ്രോളിസിസ് ആണ്. അപ്പൊ വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഗീവ്സ്, ആ ഗീവ്സിന്റെ മേലെ ഒരു H+ കൊടുത്തത് കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൾഫ്യൂരിക് ആസിഡ് ഇതിലൊപ്പം കുറച്ച് ആഡ് ചെയ്യും. ഈ റിയാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് വരുന്ന H+ അയോൺ ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഇതൊരു ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണെന്ന് നോക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഫിസിക്കൽ കെമിസ്ട്രി പഠിച്ചു പോവല്ലേ, ഇനി വരാൻ കിടക്കുന്നു ഒരു വിഭാഗം. ഓക്കെ, നമുക്ക് അപ്പൊ നോക്കാം അതൊക്കെ. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് അസിറ്റിക് ആസിഡ് ആൻഡ് C2H5OH. അപ്പൊ എസ്റ്റർ ഹൈഡ്രോളിസിസിലൂടെ കിട്ടുന്ന നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ട്. ഒന്ന് ആസിഡും മറ്റൊന്ന് ആൽക്കഹോളും ആണ്. ഇവിടെ പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഇനി ആവശ്യം വരുന്നതായതുകൊണ്ട്. ഇവിടെ നമുക്ക് അതൊന്നുമല്ല കാര്യം. ഇവിടെ നോക്കൂ. ആൻഡ് ഇൻ ദിസ് റിയാക്ഷൻ when T is equal to 0, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. CH3COO2H5 എന്ന് പറയുന്നത് 0.1 മോളും വാട്ടർ എന്ന് പറയുന്നത് 10 മോളും ആണ്. ആൻഡ് ഇനീഷ്യലി പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നില്ലല്ലോ, തുടക്കത്തിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോ നമ്മളിവിടെ കോൺസെൻട്രേഷൻ തന്നെ നോക്കൂ കേട്ടോ. ഇത് 0.1 മോളും ഇത് 10 മോളും ആണ്. അപ്പൊ ഒരു വളരെയധികം ഡിഫറൻസ് ഉണ്ട് ഇവിടെ അല്ലെ. ഈ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻ എക്സസ് കമ്പയർഡ് ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ശരിയല്ലേ? ഈ ഒരു വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇത് CH3CO2C2H5 എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ വളരെ 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 കുറവാണ്. ഇനി ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാണ് അറ്റ് എ ടൈം T. അപ്പോ ഒരു നിശ്ചിത സമയത്ത് ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0 ആകുന്നു. ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഈസ് 9.9 മോൾ. അപ്പൊ ഇവിടുന്ന് എത്രയാണോ പ്രോഡക്റ്റ് പോയത് അത്രയും ഫോം ചെയ്യും ഇവിടെ. അതായത് ഇവിടെ നിന്ന് എത്ര റിയാക്ടൻസ് ആണോ കൺസ്യൂം ചെയ്തത് അത്രയും പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യും. അപ്പൊ 0.1 മോൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് പ്രോഡക്റ്റുകളായിട്ട്. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? നമ്മളുടെ കയ്യിലുള്ള റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ എത്ര അറ്റ് ടൈം T? ഇവിടെ 0 മോളും ഇവിടെ 9.9 മോളും ആണ്. അപ്പൊ നോക്കൂ, ഈ 10 മോളും 9.9 മോളും എന്ന് പറയുന്നത് കാര്യമായ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അതായത് റിയാക്ഷൻ നടന്നിട്ട് പോലും ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഡസന്റ് ഹാവ് എനി മച്ച് ചേഞ്ച് അല്ലെ, കാര്യമായ മാറ്റം വരുന്നില്ല വാട്ടർ മോളിക്യൂളിന്റെ കോൺസെൻട്രേഷനില്. അപ്പോ വാട്ടർ മോളിക്യൂൾ ഈസ് നോട്ട് മച്ച് ആൾട്ടേർഡ് ഹിയർ. ഹെൻസ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഈ വാട്ടർ മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. എപ്പോ? whenever we write a rate equation. അപ്പോ റേറ്റ് ഇക്വേഷൻ നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? റേറ്റ് ഇസ് ഈക്വൽ ടു K into the CH3COC2H5, the molar concentration of this, into the molar concentration of H2O. And since this water is present in excess, the concentration of water is taken as a constant. That means K into the molar concentration of H2O. Now it is a constant. And K into H2O became another constant. It is K dash. And the molar concentration of CH3COC2H5 raised to 1. അല്ലെ? ഇപ്പോ ഈ ഒരൊറ്റ റിയാക്ടിംഗ് സ്പീഷീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ എന്തെന്നാ നമ്മൾ പറയാ? ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ മോളിക്കുലാരിറ്റി ഓഫ് ദിസ് റിയാക്ഷൻ? ഇൻ ദിസ് റിയാക്ഷൻ 2 molecules are reacting each other. 1 molecule of CH3COC2H5 and 1 molecule of H2O. Appo total there are 2 molecules. Hence the molecularity is 2. അപ്പോ ഇവിടെ എലിമെന്ററി റിയാക്ഷൻ ആയിട്ട് പോലും ഈ കേസില് ഓർഡർ എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി when we compare these two ഡിഫറെന്റ് ആയിട്ട് വന്നില്ലേ? അപ്പൊ എല്ലാ എലിമെന്ററി റിയാക്ഷനുകളിലും ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം ആവില്ല എന്നുള്ള കാര്യം കൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമ്പിൾ നല്ലപോലെ പഠിച്ചു വെക്കുക. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കി പോവുക. ഒരു കാര്യം കൂടി ഇതിൽ നോട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഡ് കാറ്റലൈസ്ഡ് എസ്റ്റർ ഹൈഡ്രോളിസിസ് ആണെന്നുള്ളത്. ആൽക്കലൈൻ കാറ്റലൈസ്ഡ് എസ്റ്റർ ഹൈഡ്രോളിസിസ് ഉണ്ട്. പക്ഷെ അതൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ല.
അത് പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ സമയത്ത് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2ഉം മോളിക്കുലാരിറ്റി 2ഉം തന്നെ ആയിരിക്കും. എപ്പോഴാണ്? ആൽക്കലി ബേസ്ഡ് എസ്റ്റർ ഹൈഡ്രോളിസിന് കേട്ടോ. ഓക്കെ, ആസിഡ് ബേസ്ഡ് എസ്റ്റർ ഹൈഡ്രോളിസിസ് വരുമ്പോ ഓർഡർ 1ഉം മോളിക്കുലാരിറ്റി 2 ആണ്. തെറ്റാൻ പാടില്ല. ഞാനിവിടെ എഴുതിയിട്ടില്ല, പറഞ്ഞു തന്നേ ഉള്ളൂ. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ഉള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. നോക്കൂ, C12H22O11 എന്ന് പറയുന്നത് സൂക്രോസ് ആണ് കേട്ടോ. അതായത് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്. ഇതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോ ഇൻ ദ പ്രസൻസ് ഓഫ് H+, we will get two products C6H12O6, C6H12O6, and out of these two products, one is glucose and another is the fructose. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ കുറിച്ചാണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഹിയർ വാട്ടർ ഈസ് പ്രസന്റ് ഇൻ എക്സസ്. വാട്ടർ എക്സസ് ആയിട്ട് വരുന്നു. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുമ്പോ നമ്മൾക്ക് റേറ്റ് എന്ന് പറയുന്നത് കിട്ടുന്നത് എപ്രകാരമാണ്? ഇറ്റ് ഈസ് K into the molar concentration of C12H22O11. That means the order എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്നു. The order is 1 and what is the molecularity? It is 2. That means for a pseudo order reaction, order and molecularity will be different. Pseudo order റിയാക്ഷനുകളിൽ ഓർഡറും മോളിക്കുലാരിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ്. അപ്പോൾ നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൽ 2 എക്സാമ്പിൾ ആണ് പഠിച്ചത്. ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഓർ ഈഥൈൽ അസറ്റേറ്റ്, രണ്ടാമത്തത് ഈ ഒരു ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. Now here comes one of the most important question from this chapter, the difference between order and molecularity. It is very 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 important. ഓർഡർ എന്താണെന്നും മോളിക്കുലാരിറ്റി എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾക്ക് ഇതിന്റെ ഡിഫറൻസിയേഷൻ വളരെ എളുപ്പത്തിൽ സാധിക്കില്ലേ? നോക്കൂ, എന്താണ് ആദ്യത്തെ ഡിഫറൻസ്? ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്. ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷനിലുള്ള എന്താ പറയാ റിയാക്ടന്റ് ടേമുകളുടെ പവറുകൾ തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓർഡർ. ആൻഡ് വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? It is the number of the reactants. ഓർമ്മിക്കുക, it is the number of the reactants that undergo simultaneous collision in a chemical reaction. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷനിൽ സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന എത്ര റിയാക്ടന്റ് മോളിക്യൂൾ ഉണ്ട് അതിന്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. നോ, രണ്ടാമത്തത് എന്താ? ദിസ് ഓർഡർ ഇസ് an experimental value. ശരിയാണ്, നമ്മൾ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഓർഡർ ആയിട്ട് എടുക്കാറ് അല്ലെ. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ വാല്യൂ. ജസ്റ്റ് ആ റിയാക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ആ റിയാക്ഷനിൽ എത്ര റിയാക്ടന്റ് മോളിക്യൂൾ ഉണ്ട് അതിലൂടെ കിട്ടുന്നതാണ്. സോ സിമ്പിൾ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാവുന്ന ഒരു കാര്യമാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു തിയറിറ്റിക്കൽ വാല്യൂ ആണ്. ഇനി ഓർഡറിന്റെ വാല്യൂ ഇറ്റ് ക്യാൻ ബി an integer, 0 and a fractional value. ഇപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ എന്നിങ്ങനെയൊക്കെ ഓർഡേഴ്സ് ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്നില്ലേ? എന്നാൽ മോളിക്കുലാരിറ്റിനെ കുറിച്ച് നോക്കൂ. ഇറ്റ് ക്യാൻ ബി an integer, ഇറ്റ് ക്യാൻ ബി 1, 2, 3, ബട്ട് ഇറ്റ് കനോട്ട് ബി 0. 0 ആവാൻ സാധിക്കില്ല. 0 ആയാൽ എന്താ അർത്ഥം? മോളിക്യൂൾസ് അവിടെ കൊളീഷൻ ഇല്ല എന്നുള്ളതല്ലേ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. മോളിക്യൂൾ റിയാക്ടന്റ് സ്പീഷീസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഒരു റിയാക്ഷൻ നടക്കുക അല്ലെ? അപ്പോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. ഇനി നാലാമത്തെ ഒരു കാര്യം നോക്കൂ. ഇൻ എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ഓർഡർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പൊ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് വരുമ്പോ അല്ലെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷൻസ് വരുമ്പോ ഓർഡർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു സ്ലോവസ്റ്റ് സ്റ്റെപ്പിലൂടെയാണ്. എന്നാൽ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനില് മോളിക്കുലാരിറ്റി ഓഫ് ഈച്ച് സ്റ്റെപ്പ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. പക്ഷെ ഓവറോൾ മോളിക്കുലാരിറ്റി ഇറ്റ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. ആൻഡ് യു ഷുഡ് റിമെമ്പർ ദ മോളിക്കുലാരിറ്റി വാല്യൂ ഷുഡ് നോട്ട് എക്സീഡ് 3. 3ലും കൂടാൻ പാടില്ല, ഓർക്കണം കേട്ടോ. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദിസ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഇപ്പൊ നമ്മള് ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കി, മോളിക്കുലാരിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, ഒരു റേറ്റിലോ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാന്ന് മനസ്സിലാക്കി.
ഓരോ ഓർഡറിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റുകൾ എന്താന്ന് മനസ്സിലാക്കി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്റെ മക്കള് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ വെക്കണം. മനസ്സിലായോ? ഇനി നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യനുകൾ നോക്കൂ. ഐഡന്റിഫൈ ദ റിയാക്ഷൻ ഓർഡർ ഫ്രം ദി ഫോളോയിങ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റിലൂടെ യു ഹാവ് ടു ഐഡന്റിഫൈ ദി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ, വെദർ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ ഓർ സെക്കൻഡ് ഓർഡർ, വട്ട് എവർ നമ്മൾ പഠിച്ചിട്ടുള്ള ഓർഡർ ഏതാണോ യു ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. K is equal to 2.3 into 10 raised to minus 5 mole inverse liter s raised to minus 1. ഇങ്ങനൊരു ചോദ്യം വന്നു. എങ്ങനെയാണ് നമ്മൾക്ക് ഇങ്ങനെ റേറ്റ് കോൺസ്റ്റന്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? അതിനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഇവിടെ ഇത്, യൂണിറ്റ്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ, മോൾ ലിറ്റർ ഇൻവേഴ്സ് 1 മൈനസ് n s raised to minus 1. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഈ ഒരു എക്സ്പ്രഷനില് നമ്മള് എന്നിന്റെ വാല്യൂ 0 കൊടുക്കുന്നു, 1 കൊടുക്കുന്നു, 2 കൊടുക്കുന്നു, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന യൂണിറ്റും ഇതും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത് ഏതാണോ അതാണ് അതിന്റെ ഓർഡർ. അപ്പൊ ഇവിടെ ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. കാരണം എന്താണെന്നറിയോ, ഈ എന്നിന്റെ അവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കുക. നിങ്ങളിത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നിങ്ങളിത് 0യും 1 ഒക്കെ ഇട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ മോൾ ഇൻവേഴ്സ് വരും, ലിറ്റർ വരും, s raised to minus 1 വരും. കാരണം എന്താ, 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 അല്ലേ മക്കളെ? അപ്പോ മോൾ ഇൻവേഴ്സ് എന്ന് വരില്ലേ, ലിറ്റർ raised to minus 1 ഹോൾ raised to minus 1 എന്ന് പറയുമ്പോ അത് ലിറ്റർ അല്ലേ, -1 into -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? പിന്നെയുള്ളത് s raised to minus 1 ഇതല്ലേ ഇത്. അപ്പൊ അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. K is equal to 3 into 10 raised to minus 4 second raised to minus 1. Second raised to minus 1 ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അല്ലേ? 1 മൈനസ് n അല്ലേ? 1 മൈനസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 0 ആയില്ലേ? എനിത്തിങ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പൊ നമുക്ക് ഫൈനൽ എന്താ കിട്ടുക, s raised to minus 1. സോ സിമ്പിൾ. അപ്പോ യൂണിറ്റ് പഠിച്ചു പോണം എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായല്ലോ. അതിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി ഓവറോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഫ്രം ദ റേറ്റ് ലോ. റേറ്റ് ഇക്വേഷൻ തന്നിട്ട് അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ട് അതിലൂടെ ഓർഡർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയാണ്. നേരത്തെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ട് അതിലൂടെ ഏതാണ് ഓർഡർ എന്നാണ് ചോദിച്ചത്. ഇപ്പോ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ട് റേറ്റ് എക്സ്പ്രഷൻ തരിക അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ തരിക, അതിൽ നിന്ന് എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, എ ക്വസ്റ്റ്യൻ. ഓർഡർ എന്ന് പറയുന്നത് ഈസ് എക്സ് പ്ലസ് വൈ അല്ലേ? അപ്പൊ ഫസ്റ്റ് കേസില് ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1/2, വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3/2. So what is the answer? 1 plus 3, 4/2. It is 2. So first question answer, this is of a second order. ഇനി ഇതേപോലെ തന്നെ ചെയ്തു നോക്കൂ രണ്ടാമത്തെ. എക്സ് പ്ലസ് വൈ ഓർഡർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോ 3/2 -1. ഇവിടെ ബിയുടെ ഓർഡർ -1 ആണ്. അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് ഇന്റീജർ, ഇറ്റ് ക്യാൻ ഓൾസോ ബി എ നെഗറ്റീവ് ഇന്റീജർ. സോ റിമെമ്പർ ദാറ്റ്. ഇപ്പൊ 3/2 -1 എന്ന് പറയുമ്പോ 3 minus 2/2 എന്നല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 അല്ലേ ഉത്തരം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഓർഡർ കിട്ടി. ഇതൊരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണ്. ഹാഫ് വന്നു, അപ്പൊ ഇതൊരു ഫ്രാക്ഷണൽ ഓർഡർ അല്ലേ? അപ്പൊ അതും മനസ്സിലായി കഴിഞ്ഞു. ഇതൊരു ഹാഫ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് കണ്ടാലോ? നോക്കൂ. ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾ എക്സ് ടു വൈ follows the second order reaction. If the concentration of X is increased to 3 times, how will it affect the rate of formation? വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലേ?
വെറുതെ അല്ല എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുന്നത് ഇമാതിരി ചോദ്യങ്ങൾ. വളരെ സിമ്പിൾ ആണ്, എന്നാൽ ചില സമയങ്ങളിൽ നമ്മളെ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ചില ക്വസ്റ്റ്യൻസും ഉണ്ട് ഈ ടൈപ്പിൽ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം നോക്കൂ. നമുക്ക് ക്വസ്റ്റ്യനില് എക്സ് ഗീവ്സ് വൈ എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ് ദിസ് ഫോളോസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ നമ്മൾക്ക് ആ റേറ്റ് ലോ എങ്ങനെ എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻടു ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റേസ് ടു 2 എന്ന് എഴുതിക്കൂടെ? കാരണം നമ്മളൊരു റേറ്റ് ഒരു ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതിയിരുന്നത്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എൻ എന്ന്. ഇവിടെ എ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ് റിയാക്ടന്റ്, എൻ എന്ന് പറയുന്നത് ഓർഡർ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നിന്റെ വാല്യൂ 2 എന്ന് കൊടുത്തത്. ഇനി ഇവിടുത്തെ ചോദ്യം എന്താ? ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 3 ടൈംസ്, ദാറ്റ് മീൻസ് എക്സ് എന്നുള്ളത് 3 ടൈംസ് എക്സ് ആവുമ്പോ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻടു 3x ഹോൾ സ്ക്വയർ. വാട്ട് വിൽ ബി ദ ആൻസർ? ഇറ്റ് ഈസ് 3 സ്ക്വയർ, ഇറ്റ് ഈസ് 9 ഇൻടു കെ the molar concentration of x square എന്ന് വെച്ചാൽ എന്താ? 9 times the rate of this reaction അല്ലേ? That means when the concentration is increased by 3 times, the rate is increased by 9 times. When the concentration increased by 3 times, the rate of the reaction എന്തായി? The rate of the reaction increased by 9 times. അപ്പൊ പ്രോഡക്റ്റും അതിനനുസരിച്ച് ഫോം ചെയ്തു. പ്രോഡക്റ്റും 9 ടൈംസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോ റേറ്റ് 9 ടൈംസ് ആയപ്പോ പ്രോഡക്റ്റും അതിനനുസരിച്ച് നമുക്ക് കിട്ടും. 9 ടൈംസ് ദ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു. അപ്പൊ അതും ഒരു പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസമാണ് ഈ ഒരു ചോദ്യത്തിനുള്ളത്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഒന്ന് ശ്രദ്ധിക്കൂ. ഫോർ എ റിയാക്ഷൻ എ ഗിവ്സ് ബി, the rate of a reaction becomes 27 times when the concentration of A is increased by 3 times. What is the order of the reaction? ആഹാ, നല്ലൊരു ചോദ്യം. ഒരു റിയാക്ഷൻ അവർ തന്നിട്ടുണ്ട്, A gives B. എന്നിട്ട് എന്താ പറയണേ? ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് ഇറ്റ് ബിക്കംസ് 27 ടൈംസ്. എപ്പോ? when the concentration of A is increased by 3 times. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് കൂട്ടിയപ്പോ റേറ്റ് 27 ടൈംസ് കൂടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ എത്ര? ഇപ്പൊ ഓർഡർ ഏതൊക്കെ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നേരത്തെ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിലൂടെ അതിന്റെ യൂണിറ്റ് മനസ്സിലാക്കിയിട്ട് അത് കണ്ടുപിടിക്കേണ്ട വന്നു. ഓവറോൾ ഓർഡർ എക്സും വൈയും പ്ലസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട വന്നു. ഇപ്പൊ ഇതാ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരാമെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി അപ്പൊ നമ്മൾ എങ്ങനെയത് സോൾവ് ചെയ്യണ്ടേ? ശ്രദ്ധിക്കൂ കേട്ടോ. നമുക്കറിയാം ഈ ഒരു റിയാക്ഷൻ ആണല്ലോ, എ ഗിവ്സ് ബി എന്ന് പറഞ്ഞ റിയാക്ഷൻ ആണ്. ആൻഡ് ഫോർ ദിസ് റിയാക്ഷൻ ദ റേറ്റ് ആർ ഇസ് ഈക്വൽ ടു കെ എ ഹോൾ റേസ് ടു എൻ. എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ എപ്പോഴും നിങ്ങൾ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോ 0 ഓർഡർ വരുമ്പോ ഇതിന് 0 കൊടുക്കുക. ഫസ്റ്റ് ഓർഡർ വരുമ്പോ എന്നിന്റെ അവിടെ 1 കൊടുക്കുക. അങ്ങനെയാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്ത് പോവുക. ഇനി അങ്ങോട്ട് നിങ്ങളത് മനസ്സിലാക്കും. ഇനി ചോദ്യം എന്താ? റേറ്റ് ഓഫ് റിയാക്ഷൻ 27 ടൈംസ് ആയി എപ്പോ? കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻക്രീസ് ചെയ്തപ്പോ. അതായത് എക്സ്, ഇവിടെ എക്സ് അല്ലല്ലോ, എ എന്ന് പറയുന്നത് 3 ടൈംസ് എ ആയപ്പോ റേറ്റ് എന്ന് പറയുന്നത് 27 ടൈംസ് ആയി മാറി എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 ആർ ആയി എപ്പോ? കെ 3a ഹോൾ റേസ് ടു n ആയപ്പോ. നല്ല രസം അല്ലേ? 27 r is equal to k into the molar concentration of 3a whole raised to n. ഇനി എഴുതാൻ കാരണം എന്താ? ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 ടൈംസ്. അതുകൊണ്ടാണ് 3 into a എന്ന് എഴുതിയത്. ഇനി നമ്മളടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഓർഡർ ആണ്. അപ്പൊ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുട്ട് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ ആസ് 1 ആൻഡ് ദ സെക്കൻഡ് എക്സ്പ്രഷൻ ആസ് 2 ആയിട്ട് വയ്ക്കാം. നൗ divide equation 2 by 1. That means
27R divided by R is equal to K 3A whole raised to N divided by K the molar concentration of A raised to N. അപ്പൊ എന്താ വരിക? 3 raised to N into K the molar concentration of A raised to N divided by K the molar concentration of A raised to N വന്നു. ഇതും വെട്ടിപ്പോയി. ഈ ആറും ക്യാൻസൽ ചെയ്തു. Then we got 27 is equal to 3 raised to N. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 27 is equal to 3 raised to N എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഓർഡർ ആണ്. N എത്രയാണെന്നാണ് വേണ്ടത്. അപ്പോ ഈ N കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള ഈ വാല്യൂ ഉണ്ടല്ലോ 27 എന്ന് പറയുന്നത്. ഈ 27 എന്ന് പറയുന്നത് ഏതിന്റെ ക്യൂബാണ്? 27 is 3 cube. 3 into 3 into 3. അപ്പോ 3 cube is equal to 3 raised to N. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. That means N is equal to 3. അപ്പൊ ഫൈനലായിട്ട് എന്ത് പറയാം? This is of third order reaction. ഈ ഒരു അഞ്ചാമത്തെ ക്വസ്റ്റിനോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, A moles of A plus B moles of B gives C moles of C plus D moles of D. ഒരു റിയാക്ഷൻ, ജനറൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. Rate law is R is equal to K into the molar concentration of A raised to X into the molar concentration of B raised to Y. അപ്പൊ റേറ്റ് ഇക്വേഷനും തന്നിട്ടുണ്ട്. ചോദ്യം എന്താ? What is the significance of A plus B and X plus Y in this reaction? ഈ ഒരു റിയാക്ഷനിൽ A plus B യുടെ പ്രസക്തി എന്ത്? X plus Y യുടെ പ്രസക്തി എന്ത്? എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ? എന്താണ് A plus B കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It is the total number of the molecules present in this chemical reaction. Total number of molecules എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ റിയാക്ടന്റ് സൈഡ് ദാറ്റ് ആക്ച്വലി ഡിറ്റർമിൻസ് ദി molecularity of a reaction. That means A plus B gives the molecularity of a reaction. Okay? What is X plus Y? Then the X plus Y എന്ന് പറയുന്നത് റേറ്റ് ലോ തന്നിട്ടുണ്ട്. X plus Y the sum of the powers of the concentration of the reactants, that is the order of the reaction. So X plus Y is the order of the reaction. എല്ലാവർക്കും കാര്യം മനസ്സിലായി അല്ലേ? വളരെ സിമ്പിൾ ആണ്. അങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ പഠിച്ചത് ഇപ്പോ? കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മനസ്സിലാക്കിയത് എന്തൊക്കെയാ? ഒന്ന്, ഒരു റിയാക്ഷന്റെ റേറ്റ് എന്താണ്, ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നത്, എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി, ഓർഡർ തന്നെ എത്ര തരത്തിലുണ്ട്, മോളിക്കുലാരിറ്റിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? What is the difference between order and molecularity, and how can we do the problems that based on this order? മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണേ. വീഡിയോ 1-2 പ്രാവശ്യം കണ്ട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കെമിക്കൽ കൈനറ്റിക്സ് ഒരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററേ അല്ല കേട്ടോ. ഇതുവരെ നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഒരു 2-3 ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പൊ മനസ്സിലായില്ലേ ഈ ഒരു ചാപ്റ്റർ വളരെ ചെറുതാണെന്നുള്ളത്? ഇതോടുകൂടി ഇന്നത്തെ ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.